everyone, welcome to LK Group of Educational Service. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തിനെക്കുറിച്ചാണെന്നല്ലേ? കേട്ടഡ് എക്സാം ഓറിയന്റഡ് ക്ലാസ്സിനെ സംബന്ധിച്ച്. കേട്ടഡ് എക്സാം ഓറിയന്റഡ് ക്ലാസ്സിലെ സോഷ്യൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞ ഒരു പാർട്ടാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. ഈ സോഷ്യൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സോഷ്യൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ ഒരു വാസ്റ്റ് ടോപ്പിക്കാണ്. അതിൽ എന്തൊക്കെ വരും? ഹിസ്റ്ററി വരും, ജോഗ്രഫി വരും, പൊളിറ്റിക്സ് വരും, ഈ എക്കണോമിക്സ് വരും. അങ്ങനെ പലതര കാറ്റഗറീസും സോഷ്യൽ സ്റ്റഡീസിലുണ്ട്. ഇതിൽ ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് പിക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യേണ്ടത് ഒരു പൊളിറ്റിക്സ് ആണ്. കാരണം പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ ഒരു മെയിൻ പില്ലറാണ്. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്സ് നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ അതിൽ ആദ്യമായിട്ട് എന്തായിരിക്കും പഠിക്കേണ്ടത്? കോൺസ്റ്റിറ്റ്യൂഷനാണ്. എന്തുകൊണ്ട്? കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു അപ്പെക്സ് ബോഡിയാണ്, അല്ലെങ്കിൽ ഒരു ലോ ആണ്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എങ്ങനെ ഒരു ഇന്ത്യ പോലത്തെ ഒരു ബിഗ്ഗസ്റ്റ് കൺട്രി എന്ന് പറയുന്ന രാജ്യം എങ്ങനെ റൺ ചെയ്യണമെന്നും അതിൻ്റെ ഫങ്ഷൻസും അതിൽ ഓരോ സിറ്റിസൻസിന് എന്തോരം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടെന്നും അവർക്ക് കൊടുത്തിരിക്കുന്ന ഓരോ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണെങ്കിലും എന്തൊക്കെ ഡ്യൂട്ടീസ് ആണെങ്കിലും ഇതെല്ലാം മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. കോൺസ്റ്റിറ്റ്യൂഷനാണ് നമുക്ക് തന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും. ഒരു ഗവൺമെന്റ് ആയിക്കോട്ടെ, ഒരു സിറ്റിസൻസിന് കിട്ടുന്ന റൈറ്റ് ആയിക്കോട്ടെ, ഇതിനെക്കുറിച്ചൊക്കെ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ഒരു കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. അതുകൊണ്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്. അപ്പോൾ ഇന്ന് ഇവിടെ നമ്മുടെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കുറേ ഫാക്ട്സ് അല്ലെങ്കിൽ കീ എലമെന്റ്സ് കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് അറിയാം. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ പോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും ഒരു ഹാൻഡ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അതേപോലെ തന്നെ ലോങ്സ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ് എന്നാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറിയപ്പെടുന്നത്. കോൺസ്റ്റിറ്റ്യൂഷന് പിന്നെ പല പേരുകളും ഉണ്ട്. അതായത് ബാഗ് ഓഫ് ബോറോയിങ്, അങ്ങനെ പല പേരുകളും. കാരണം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ അസംബ്ലി, അതല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്രെയിം മേക്കേഴ്സ് വിചാരിച്ചിരുന്നു, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് തരുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണമെന്ന്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള രാജ്യങ്ങളുടെ പല കോൺസ്റ്റിറ്റ്യൂഷനെ റെഫറൻസ് എടുത്തിട്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എൻഫോഴ്സ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോൺസ്റ്റിറ്റ്യൂഷന് പല ഇൻഫ്ലുവൻസ് ഉണ്ട്, അല്ലെങ്കിൽ പല എലമെന്റ്സ് ഉണ്ട്. അപ്പം നമ്മൾ ഓരോ രാജ്യങ്ങളിൽ നിന്ന് ഓരോ കീ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ കീ ഫാക്ടേഴ്സ് അവിടെ നിന്ന് ബോറോ ചെയ്തിട്ടുണ്ട് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷന്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ ബാഗ് ഓഫ് ബോറോയിങ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ഓൾസോ നോൺ ആസ് ബാഗ് ഓഫ് ബോറോയിങ്. പല ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സും പല രാജ്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പല രാജ്യങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും എടുത്തിട്ടുള്ളതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബാഗ് ഓഫ് ബോറോയിങ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മളൊരു ബുക്ക് എടുക്കുക എന്ന് വിചാരിക്കാം. നമ്മളൊരു പുസ്തകം എടുക്കുമ്പോൾ പുസ്തകത്തിൻ്റെ ഫസ്റ്റ് പേജ് എന്തായിരിക്കും? ആ ബുക്കിൻ്റെ പേര്, ആ ബുക്ക് ആരാണ് എഴുതിയിരിക്കുന്നത്, ആ ബുക്കിൻ്റെ പബ്ലിക്കേഷൻ, അങ്ങനെ തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും ഒരു ഫ്രണ്ട് പേജിലുണ്ടാവും. അത് തന്നെ നമ്മൾ രണ്ടാമത്തെ പേജ് എടുക്കുമ്പോൾ വരുന്നൊരു പേജുണ്ട്, അതായത് പ്രിഫേസ് എന്ന് പറയുന്നത് ആ പുസ്തകത്തിന്റെ ആമുഖം. ആ ബുക്കിൽ എന്താണ് കൺസിഡർ ചെയ്യുന്നത്, നമ്മൾ എന്താണ് ആ ബുക്കിലെ ബാക്കി കണ്ടന്റ്സിലേക്ക് ലുക്ക് ഫോർവേഡ് ചെയ്യേണ്ടത് എന്താണ് എന്നൊക്കെ ഒരു ആമുഖത്തിൽ പറയും. അതേപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും ഉണ്ട് അങ്ങനെ ഒരു പ്രിഫേസ്, അതാണ് പ്രിയാമ്പിൾ. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രിയാമ്പിളിനെ കുറിച്ചാണ്. പ്രിയാമ്പിൾ എന്ന് പറയുന്നത് എന്താണോ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മുന്നോട്ട് വെക്കുന്ന എലമെന്റ്സ്, അതിനെക്കുറിച്ചൊരു ഷോർട്ട് ഡീറ്റെയിൽഡ് അല്ലെങ്കിൽ ഷോർട്ട് എക്സാമ്പിൾ ആ പ്രിയാമ്പിളിൽ തരുന്നുണ്ട്. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പ്രിയാമ്പിളിൽ എന്തൊക്കെയാണ്, പ്രിയാമ്പിൾ എന്തുകൊണ്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കീ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പ്രിയാമ്പിളിൻ്റെ ക്ലാസ്സിൽ കൂടെ മനസ്സിലാക്കും. അപ്പം പ്രിയാമ്പിൾ എന്ന് പറയുന്നത് കീ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഒരു പ്രിയാമ്പിൾ വായിക്കുമ്പോൾ തന്നെ ആ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താണ് നമ്മൾ ലുക്ക് ഫോർവേഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അപ്പോൾ നമ്മൾ ഇന്ന് പ്രിയാമ്പിളിനെ കുറിച്ച് പഠിക്കാം. സോ പ്രിയാമ്പിൾ, ഇതാണ് പ്രിയാമ്പിളിൻ്റെ ഒരു മോഡൽ. ഈ പ്രിയാമ്പിളിൽ എന്താ എഴുതിയിരിക്കുന്നത്? ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. എന്തിൻ്റെ പ്രിയാമ്പിളാണ് ഇത്? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. പ്രിയാമ്പിൾ പറഞ്ഞിരിക്കുന്ന ആദ്യ വാചകം എന്ന് പറയുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. നമ്മളൊരു പ്ലെഡ്ജ് എടുക്കുന്ന പോലെ ഒരു സോളംനൈസേഷൻ ആണിത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ എല്ലാ ജനങ്ങളും പറയാണ് ഹാവിംഗ് സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻടു, എന്നിട്ട് പറയുന്നുണ്ട് എന്തൊക്കെ പല രീതികളിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഇന്നതൊക്കെയാണ് എന്ന് നമ്മുടെ പ്രിയാമ്പിളിൽ പറയുന്നുണ്ട്. ഏതൊക്കെ ഫോമിൽ? ടു സെക്യൂർ, എല്ലാ സിറ്റിസൻസിനും എന്തൊക്കെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സെക്യൂർ ചെയ്യും?
ജസ്റ്റിസ്, സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ലിബർട്ടി, അതേപോലെ തന്നെ ഇക്വാലിറ്റി, ഫ്രെറ്റേണിറ്റി. ഈ ഓരോ ടേംസിനും ഓരോ അർത്ഥവത്തായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെഫിനേഷൻ ഉണ്ട്. അതായത് ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓരോ വ്യക്തികളിലേക്കും തരുമ്പോൾ, അല്ലെങ്കിൽ ഓരോ വ്യക്തികൾക്കും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ഒരു വാസ്റ്റ് ലോ നമുക്ക് തരുമ്പോൾ, ഇതൊക്കെയാണ് ആ ഫ്രെയിം മേക്കേഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുന്നത് ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലൂടെ. അതുകൊണ്ട് തന്നെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ. സോ നമ്മൾ ഇനി ആ കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രിയാമ്പിളിന് ഓരോ പാർട്സ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് മനസ്സിലാക്കാൻ നോക്കാം. കീ വേർഡ്സ് ഓഫ് പ്രിയാമ്പിൾ. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ആദ്യം തുടങ്ങുന്ന വാചകം വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ അൾട്ടിമേറ്റ് സോവറിനിറ്റി ഓഫ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. അതായത് നമ്മുടെ രാജ്യത്തിൽ എന്താണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? സോവറിൻ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ എപ്പെക്സ് പവർ ആണ്, അല്ലെങ്കിൽ ഏറ്റവും ഹെഡ് ചെയ്യുന്ന പവറാണ്. നമ്മുടെ ലോ മേക്കേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ പല രാജ്യങ്ങളിലെ ലോ മേക്കേഴ്സിനെ എടുക്കുമ്പോൾ പല രാജ്യങ്ങളും അവരുടെ സോവറിൻ പവർ എന്ന് പറയുന്നത് ചിലപ്പോൾ അവർ പ്രസിഡന്റിനെയോ അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ ഒരു മൊനാർക്കിക്കൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു രാജാവ് ഭരിക്കുന്ന ഒരു തരം മൊനാർക്കി സിസ്റ്റം ആണെങ്കിൽ പോലും നമ്മൾ എന്താണ് ആ ഹെഡിനെ ആയിരിക്കും നമ്മൾ ഏറ്റവും എപ്പെക്സ് പവറായിട്ട് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ രാജ്യം ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ ഓരോ ജനങ്ങളെയും ഓരോ വ്യക്തികളെയും who consist as a citizen is considered as a sovereign power under Indian Constitution. അതായത് we the people of India എന്ന് പറയുമ്പോൾ എന്താണ് പറയുന്നത്? നമ്മളാണ്, ഓരോ സിറ്റിസനും ഓരോ വ്യക്തികളാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മുന്നോട്ട് വരുന്നത്. അല്ലാണ്ട് ഒരു പ്രസിഡന്റോ ഒരു പ്രൈം മിനിസ്റ്ററോ അങ്ങനെ ഇൻഡിവിജ്വൽ ബോഡിയല്ല, നമ്മൾ ഓരോ സിറ്റിസൻസും ആണ്. So it indicates the ultimate sovereignty of the people of India. ഈ ഓരോ സിറ്റിസൻസിനും കിട്ടുന്ന ഒരു സോവറിൻ പവർ. കാരണം at the end it is the law for the people by the people. Sovereignty means the independent authority of the state not being subject to the control of any other state or external power. അപ്പോൾ sovereignty എന്ന് പറയുന്നത് എന്താ? നമ്മളാണ് നമ്മുടെ രാജ്യത്തിനെ ഭരിക്കുന്നത്. അതായത് നമ്മൾ ഓരോരുത്തർക്കും ഭരിക്കാൻ പറ്റില്ല, നമ്മൾ എന്തോരം സിറ്റിസൻസ് ഉണ്ട് ഒരു രാജ്യത്തിന്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ എലക്ട് ചെയ്യുന്നു, അവർ നമ്മുടെ ഹെഡിനെ റെപ്രസെൻറ്റ് ചെയ്ത് എലക്ട് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ വാചകത്തിൽക്കൂടെ അല്ലെങ്കിൽ നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ് ഇവിടെ കൺവേ ചെയ്യാൻ നോക്കുന്നത്? അതായത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ആർ ടെല്ലിങ് ദാറ്റ് ഇവിടെ നമ്മുടെ സോവറിനിറ്റി എന്ന് പറയുന്നത് നമ്മളാണ്. ഒരു എക്സ്റ്റേണൽ പവറിനും നമ്മുടെ മേൽ ഒരു തരം ഹോൾഡും ഇല്ല. അപ്പോൾ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സോവറിൻ പവർ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ വ്യക്തികളെ ഇൻക്ലൂഡ് ചെയ്യുന്ന രാജ്യമാണ്. അതിലൊരു ബ്രിട്ടനോ അല്ലെങ്കിൽ USA അങ്ങനെ ഒരു തന്നെ രാജ്യത്തിനും നമ്മുടെ മേല് ആധിപത്യമില്ല. അപ്പോൾ അതാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഓരോ ഇന്ത്യൻ രാജ്യത്തിലെ ഓരോ സിറ്റിസൻസും ആണ് ഇത് എൻഫോഴ്സ് ചെയ്യുന്നത്. Sovereignty. The term sovereign means that India has its own independent authority and it is not a dominion of any other external power. അപ്പോൾ നമ്മളൊരു സോവറിൻ ഉള്ള രാജ്യമാണെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു എക്സ്റ്റേണൽ പവറിലും നമ്മുടെ മേൽ കൺട്രോൾ ഇല്ല. നമ്മളാണ് നമ്മുടെ രാജ്യത്തിലെ കാര്യങ്ങൾ നോക്കുന്നത്. വി ആർ ഇൻഡിപെൻഡന്റ് ഫ്രം എനി അതർ ഫോഴ്സ്. അപ്പോൾ ദി ടേം മീൻസ് ദാറ്റ് ഇന്ത്യ ഹാസ് ഇറ്റ്സ് ഓൺ ഇൻഡിപെൻഡന്റ് അതോറിറ്റി. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഇൻഡിപെൻഡന്റ് അതോറിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് നോട്ട് ഡൊമീനിയൻ ഓഫ് എനി അതർ എക്സ്റ്റേണൽ പവർ. അതുകൊണ്ട് തന്നെ ഒരു എക്സ്റ്റേണൽ പവറിന്റെ കീഴിലല്ല നമ്മുടെ രാജ്യം വരുന്നത്. In the country, the legislature has the power to make law which are subject to certain limitation. നമ്മുടെ രാജ്യത്ത് ആരാണ് ലോ മേക്ക് ചെയ്യുന്നത്? ഇറ്റ്സ് എ ലെജിസ്ലേച്ചർ. ലെജിസ്ലേച്ചറിന് ലെജിസ്ലേറ്റീവ് പവർ ഉണ്ട്. എന്തിന്? നിയമങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്നാൽ തന്നെ ഈ നിയമം ഉണ്ടാക്കാൻ അവർക്ക് പവർ ഉണ്ടെങ്കിലും അവർക്ക് ലിമിറ്റേഷൻസ് വരുന്നുണ്ട്. എങ്ങനെയാണ് ലിമിറ്റേഷൻസ് വരുന്നത്? അതായത് കോൺസ്റ്റിറ്റ്യൂഷന്റെ അണ്ടറിൽ ഓരോ അതോറിറ്റിക്കും ഓരോ ഹെഡിനും ഓരോ പവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഈ പവർ ഒരിക്കലും കോൺസ്റ്റിറ്റ്യൂഷനെ വയലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യുന്ന രീതിയിൽ ഓരോ രീതിയിലും ആർക്കും ലോ മേക്ക് ചെയ്യാൻ പറ്റില്ല. ഈവൻ ദോ ലെജിസ്ലേറ്റീവ് ബോഡി ഈസ് കൺസിഡർ ആസ് ദ ലോ മേക്കേഴ്സ്, ബട്ട് ഇറ്റ് ഈസ് വിത്ത് ലിമിറ്റേഷൻ. ലിമിറ്റേഷനോട് കൂടി മാത്രമേ അവർക്ക് നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആ നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്താണ് അവർ മേക്ക് ഷുവർ ചെയ്യേണ്ടത്? കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അണ്ടറിൽ ഒരു റൈറ്റ്സും ഇതിനെ കൊണ്ട് ഒരു രീതിയിലും വയലേറ്റ് ചെയ്യാൻ പാടില്ല. അതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ഷുവർ ചെയ്തിരിക്കുന്നത്. ലെജിസ്ലേറ്റീവ് പവർ അവർക്ക് കൊടുക്കുന്നുണ്ട്, ഒരു ലെജിസ്ലേഷന് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ഇറ്റ് ഈസ് ലിമിറ്റഡ്. Socialist. The term means the achievement of the socialist end through democratic means. അതായത് സോഷ്യലിസ്റ്റ് എല്ലാ ആൾക്കാരെയും ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഏത് രീതിയിൽ കൂടെ? നമ്മളത് എങ്ങനെയാണ് ആ സോഷ്യലിസ്റ്റിക് പെർസ്പെക്റ്റീവ് നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരുന്നത്?
നമ്മളത് കൊണ്ടുവരുന്നത് ഒരു ഡെമോക്രസി അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ഇംപ്ലിമെന്റേഷനോട് കൂടിയാണ് സോഷ്യലിസ്റ്റിക് ഐഡിയോളജി അല്ലെങ്കിൽ സോഷ്യലിസ്റ്റിക് പെർസ്പെക്റ്റീവ് നമ്മുടെ രാജ്യത്തിൽ കൊണ്ടുവരുന്നത്. It holds faith in a mixed economy where both private and public sector coexist side by side. നമ്മുടെ രാജ്യത്ത് പബ്ലിക് സെക്ടേഴ്സിന് മാത്രമല്ല റൈറ്റ് ഉള്ളത്, പ്രൈവറ്റ് സെക്ടേഴ്സിനും അലൗഡഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് എന്താണ്, നമ്മുടെ രാജ്യം ബിലീവ് ചെയ്യുന്ന ഒരു മിക്സ്ഡ് എക്കോണമിയിലാണ്. ഈ മിക്സ്ഡ് എക്കോണമി എന്ന് പറയുന്നത് പ്രൈവറ്റ് സെക്ടറും പബ്ലിക് സെക്ടറും ഒരുമിച്ച് കോ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു രാജ്യമാണ് നമ്മൾ പ്രൈവറ്റ് കമ്പനീസ് കാണുന്നുണ്ട്, അതേപോലെ തന്നെ നമുക്ക് പബ്ലിക് സെക്ടേഴ്സും ഉണ്ട്. അതിലേക്ക് നമുക്കറിയാം എക്സാം വഴി നമുക്ക് കയറാൻ പറ്റും. പ്രൈവറ്റ് സെക്ടേഴ്സ് ആകുമ്പോൾ അവരുടേതായിട്ടുള്ള ഫോർമാലിറ്റി, മേ ബി റിട്ടൺ എക്സാം അല്ലെങ്കിൽ ഇന്റർവ്യൂസ്, അങ്ങനെ പ്രൈവറ്റ് സെക്ടറിനും പബ്ലിക് സെക്ടറിനും കോ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എക്കോണമിയാണ് നമ്മുടെ രാജ്യം കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടറിൽ കൊടുക്കുന്നത്. It was added in the preamble by 42nd Amendment 1976. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 1950 വന്നപ്പോൾ പോലും ഈ വേർഡ് സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞ ടെർമോളജി അതിലുണ്ടായിരുന്നില്ല. ഇതെപ്പോഴാണ് അമെൻഡ് ചെയ്ത് കയറ്റിയത്? പ്രിയാമ്പിളിൽ 42nd അമെൻമെന്റ് പ്രകാരം 42nd അമെൻമെന്റിൽ കൂടെ 1976 പ്രിയാമ്പിളിൽ സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞ ടേം ഇൻക്ലൂഡ് ചെയ്തത്. അടുത്തത് സെക്യുലർ. The term means that all the religion in India get equal respect, protection and support from the state. നമുക്കറിയാം നമ്മുടെ രാജ്യം സെക്യുലർ ആണ്, ഒരു മതത്തിനെയല്ല നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മുടെ രാജ്യം ഡൈവേഴ്സ് ആണ്. വി ഹാവ് ഹാർമോണിയസ്ലി ഡൈവേഴ്സ് കാറ്റഗറീസ്, ഡൈവേഴ്സ് റിലീജിയസ് ഡിഫറൻസ്. അതായത് നമ്മുടെ രാജ്യത്ത് ഒരു റിലീജിയൻ അല്ല, എല്ലാ റിലീജിയനും ഈക്വൽ റൈറ്റ്സും ഈക്വൽ കോൺട്രിബ്യൂഷനും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടറിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹിന്ദു ആയിക്കോട്ടെ, ജെയിൻ ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, ഏത് കാറ്റഗറി എടുത്താലും ദേ കോ എക്സിസ്റ്റ് വിത്ത് ഹാർമണി, വിത്ത് ഇക്വാലിറ്റി. എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സും എല്ലാ സിറ്റിസൻസും ഒരേപോലെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒരു രീതിയിലും റിലീജിയസ് ഇൻഡിഫറൻസ് ഇല്ല. It was incorporated in the preamble by 42nd Constitutional Amendment 1976. സെക്യുലർ എന്ന് പറഞ്ഞ വാക്കും എന്താണ്, തുടക്കത്തിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയിരുന്നപ്പോൾ ഉണ്ടായിരുന്നില്ല. ഈ സെക്യുലർ എന്ന് പറഞ്ഞ ടെർമോളജിയും 42nd അമെൻമെന്റിലൂടെ 1976 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രിയാമ്പിളിൽ ഇൻക്ലൂഡ് ചെയ്തത്. Democratic. The term implies that the Constitution of India has an established form of constitution which gets its authority from the will of the people expressed in an election. നമുക്കറിയാം എന്താണ് ഡെമോക്രാറ്റിക് ഗവൺമെന്റ് എന്ന്. അതായത് നമ്മൾ ഓരോ സിറ്റിസൻസിനും റൈറ്റ് ഉണ്ട് എന്തിന്, ഇലക്ഷൻ ത്രൂ നമുക്ക് നമ്മുടെ റെപ്രസെന്റേറ്റീവിനെ ചൂസ് ചെയ്യാൻ. നമ്മളെ ആരും ഫോഴ്സ്ഫുള്ളി ഒരു പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ പ്രഷർ ചെയ്യില്ല, കാരണം നമ്മുടെ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. ഇറ്റ്സ് ചോസൺ ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ. നമുക്ക് വേണ്ടി നമ്മളാൽ ചൂസ് ചെയ്യപ്പെട്ട ആൾക്കാരാണ് നമ്മളെ ഭരിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന പ്രൊവിഷൻ. അതുകൊണ്ടാണ് ഡെമോക്രാറ്റിക് എന്ന് പറയുന്നത്. അതായത് ഇതെന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉദ്ദേശിക്കുന്നത്? എസ്റ്റാബ്ലിഷ് ഫോം ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഗെറ്റ്സ് ഇറ്റ്സ് അതോറിറ്റി ഫ്രം ദ വിൽ ഓഫ് ദ പീപ്പിൾ. അതായത് ത്രൂ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് എന്താണ് തരുന്നത്? ഓരോ വ്യക്തികൾക്കും അവരുടെ റെപ്രസെൻറ്റേറ്റീവിനെ ചൂസ് ചെയ്യാനുള്ള വിൽ. ആ അതോറിറ്റി എങ്ങനെയാണ് കിട്ടുന്നത്? ഓരോ വ്യക്തികളുടെയും ഓരോ സിറ്റിസൻസിൻ്റെയും വില്ല് പ്രകാരം അവർ ചൂസ് ചെയ്യുന്ന വ്യക്തികളായിരിക്കും അവിടെ അതോറിറ്റി ഫോഴ്സ് ആയിട്ട് നമ്മുടെ രാജ്യത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യം എന്തായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്? ഡെമോക്രാറ്റിക് ആയിട്ടാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. ത്രൂ ഡെമോക്രസി നമ്മൾ ഓരോ ആൾക്കാരെയും ഇലക്ട് ചെയ്യാനുള്ള റൈറ്റ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ തരുന്നുണ്ട്. Republic. The term indicates that the head of the state is elected by the people. In India, the President of India is the elected head of the state. അപ്പോൾ റിപ്പബ്ലിക്, നമുക്കറിയാം എന്താണ് റിപ്പബ്ലിക് എന്ന്. റിപ്പബ്ലിക് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റിന്റെ ഹെഡിനെ ആരാണ് ചൂസ് ചെയ്യുന്നത്? ഇറ്റ് ഇസ് ഇലക്റ്റഡ് ബൈ ദ പീപ്പിൾ. ഓരോ സിറ്റിസൻസിനും അല്ലെങ്കിൽ പീപ്പിൾ ഓഫ് ഇന്ത്യ ആണ് ഹെഡിനെ ഇലക്ട് ചെയ്ത് വിടുന്നത്. നമ്മുടെ രാജ്യം ആരാണ് ഹെഡ് ചെയ്യുന്നത്? പലരും വിചാരിക്കും അത് പ്രൈം മിനിസ്റ്റർ ആണെന്ന്, പക്ഷെ അങ്ങനെയല്ല. നമുക്കറിയാം പ്രസിഡന്റ് ആണ് നമ്മുടെ രാജ്യത്തിന്റെ ഹെഡ് എന്ന് പറയുന്നത്. അപ്പൊ ഹെഡ് അതോറിറ്റി എന്ന് പറയുന്നത് പ്രസിഡന്റ് ആണ്. സോ അറ്റ് ദി എൻഡ് ഹൂ ഇസ് ചൂസിങ് ദ പ്രസിഡന്റ് ഓർ ഹൂ ഇസ് ഇലക്ടിങ് ദ പ്രസിഡന്റ്, അത് നമ്മൾ ഓരോ സിറ്റിസൻസും ആയിരിക്കും. The preamble of the Constitution of India is a brief introductory statement that sets out the guiding purpose and principle of the document. അപ്പോൾ നമ്മൾ ഓരോ വാക്കുകളും കണ്ടു പ്രിയാമ്പിളിന്റെ അണ്ടറിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന്. ഇനി പ്രിയാമ്പിൾ എന്താണെന്നാണ് പറയുന്നത്? പ്രിയാമ്പിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? ഇറ്റ് ഈസ് എ ബ്രീഫ് ഇൻട്രൊഡക്ടറി സ്റ്റേറ്റ്മെന്റ്.
അതായത് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ തരുന്ന ഒരു ഇൻട്രൊഡക്ടറി സ്റ്റേറ്റ്മെന്റ് ആണ് പ്രിയാമ്പിൾ. that sets out the guiding purpose and principle of the document. എന്താണോ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന പ്രിൻസിപ്പിൾ, അല്ലെങ്കിൽ എന്താണോ കോൺസ്റ്റിറ്റ്യൂഷൻ റൺ ചെയ്യേണ്ട ഫ്യൂവൽ, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഗൈഡിങ് പ്രിൻസിപ്പിൾസ്, അതൊക്കെ എന്തിലാണ് പറയുന്നത്? നമ്മുടെ പ്രിയാമ്പിളിലാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ജസ്റ്റിസും അതേപോലെ തന്നെ ലിബർട്ടിയും അതേപോലെ തന്നെ സോവറനും ഡെമോക്രാറ്റിക്കും റിപ്പബ്ലിക്കും ഇങ്ങനെ എല്ലാത്തരം ഫാക്ടേഴ്സും തരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്തിരിക്കുന്നത്. ഈ ഓരോ എലമെന്റ്സും എന്തിൽ പറയുന്നുണ്ട്? നമ്മുടെ പ്രിയാമ്പിളിൽ പറയുന്നുണ്ട്. It was adopted on 26 November 1949 by the Constituent Assembly of India and came into effect on 26 January 1950. അപ്പോൾ നമുക്കറിയാം എപ്പോഴാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നേ എന്നുള്ളത്. നമുക്ക് 1947 നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയെങ്കിൽ പോലും കോൺസ്റ്റിറ്റ്യൂഷൻ വരാൻ കുറച്ചുകൂടെ ഡിലേ ഉണ്ടായിരുന്നു. കാരണം ലോ മേക്കേഴ്സ് വാണ്ടഡ് ടു പെർഫെക്റ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതുകൊണ്ട് തന്നെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർമുലേറ്റ് ചെയ്ത് നമുക്കത് കോഡിഫൈ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമെടുത്തു. അപ്പോൾ ഈവൻ ദോ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ 26 നവംബർ 1949 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തു, അതായത് അവർ അംഗീകരിച്ചു. പക്ഷെ അതെന്നാണ് നിലവിൽ വന്നത് 26 ജാനുവരി 1950. അപ്പോൾ ഈ 26 ജാനുവരി നമുക്ക് എന്താണെന്നറിയാം, അന്നാണ് നമ്മുടെ റിപ്പബ്ലിക് ഡേ. അന്നാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത്. ഏത് വർഷം? 1950, 1950. Who wrote the preamble of India? The preamble of India contains tenets highlighted in the objective resolution drafted by Jawaharlal Nehru in 1946. ജവഹർലാൽ നെഹ്റുവിന്റെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിലാണ് പ്രിയാമ്പിളിനെ കുറിച്ച് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രിയാമ്പിളിന്റെ എഴുതിയത് അല്ലെങ്കിൽ പ്രിയാമ്പിൾ ആരാണ് ഡ്രാഫ്റ്റ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി കുഡ് സേ ഹും ദാറ്റ് ഇസ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അപ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിലാണ് പ്രിയാമ്പിൾ എന്ന് പറഞ്ഞ വാക്ക് അല്ലെങ്കിൽ പ്രിയാമ്പിളിനെ കുറിച്ച് ഹൈലൈറ്റ് ചെയ്തിരുന്നത്. ഇത് എപ്പോഴാണ്? 1946. Facts. The ideals behind the preamble to Indian Constitution were laid down by Jawaharlal Nehru's objective resolution adopted by the Constituent Assembly on January 26, 1947. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ? ജവഹർലാൽ നെഹ്റു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, ആ മീറ്റിംഗിൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ മുന്നോട്ട് വെച്ചപ്പോൾ അതിലായിരുന്നു പ്രിയാമ്പിൾ എന്ന വാക്കിന്റെ അല്ലെങ്കിൽ പ്രിയാമ്പിൾ എന്ന് പറഞ്ഞ ഫാക്ടറിന്റെ ഐഡിയ പുറത്തോട്ട് വന്നത്. അപ്പോൾ ഇറ്റ് വാസ് ദ ടോപ്പിക് ഓർ ഇറ്റ് വാസ് ദ ഐഡിയ വിച്ച് വാസ് പുട്ട് ഫോർത്ത് ബൈ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഡ്യൂറിംഗ് ദ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പാസ് ബൈ ഹിം. അപ്പോൾ ഇത് നിങ്ങൾ ഓർത്തു വെക്കുക. പ്രിയാമ്പിൾ എന്ന് പറയുന്ന ഒരു കൺസിസ്റ്റിംഗ് ഫാക്ടർ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം ഇറ്റ് വാസ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അത് ഏത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലാണ് ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചത്? അത് ജാനുവരി 22, 1947 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലായിരുന്നു. കോമ്പണന്റ്സ് ഓഫ് പ്രിയാമ്പിൾ. It is indicated by the preamble that the source of authority of the constitution lies with the people of India. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ സോഴ്സ് എവിടെ നിന്നാണ്? ഉറവിടം അല്ലെങ്കിൽ അതിന്റെ മെയിൻ പവർ എവിടെ നിന്നാണ് വരുന്നത്? It is from the people of India. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അതോറിറ്റിയുടെ സോഴ്സ് എപ്പോഴും സിറ്റിസൺസ് ഓഫ് ഇന്ത്യയുടെ കയ്യിലാണ്. The preamble declares India to be a sovereign, socialist, secular and democratic republic. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ത്രൂ പ്രിയാമ്പിൾ എന്താണ് പറയുന്നത്? നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? a sovereign, socialist, secular and democratic republic ആയിട്ടുള്ള രാജ്യമായിരിക്കും. The objectives stated by the preamble are to secure justice, liberty, equality to all citizens and promote fraternity to maintain unity and integrity of the nation. നമ്മുടെ പ്രിയാമ്പിളിൽ അടുത്ത വാചകം എന്താണ് പറയുന്നത്? അതായത് നമ്മുടെ രാജ്യത്തിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട മെയിൻ ഒബ്ജക്റ്റീവ് ഫാക്ടർ എന്താണ് ഇവിടെ? അതായത് നമ്മുടെ രാജ്യത്തെ ഓരോ സിറ്റിസൻസിനും എന്തൊക്കെ സെക്യൂർ ചെയ്യണം? ജസ്റ്റിസ് കൊടുക്കണം, ലിബർട്ടി ടു ചൂസ് വാട്ട് എവർ ദേ ലൈക്ക്. ലിബർട്ടി, ഒരാൾക്ക് ലിബർട്ടി വേണം അയാൾക്ക് ഒരു രാജ്യത്ത് ജീവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്യണം, ലിബർട്ടി കൊടുക്കണം, ഈക്വാലിറ്റി, ഈക്വൽ ഓപ്പർച്യൂണിറ്റി, ഈക്വാലിറ്റി ആയിട്ട് എല്ലാവരും ട്രീറ്റ് ചെയ്യപ്പെടണം.
ആൻഡ് എന്തൊക്കെ പ്രൊമോട്ട് ചെയ്യണം നമ്മുടെ സിറ്റിസൻസിന്റെ ഇടയിൽ? ഫ്രറ്റേണിറ്റി, എല്ലാവരും ഒരുമിച്ച് ഐക്യദാർഢ്യത്തോടെ ഒരു തരം പ്രശ്നങ്ങളും ഇല്ലാതെ ഫ്രറ്റേണൽ ആയിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് മതസൗഹാർദ്ദമാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഒരു പ്രോബ്ലംസ് ഒന്നും ക്രിയേറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ ഒരു തരം രീതിയിലും ഒരു ഡൈവേഴ്സിറ്റിയോ ഇല്ലാത്ത വിധം ഓരോ സിറ്റിസൻസും ആ കൺട്രിയിൽ ജീവിക്കണം. സോ ഫ്രറ്റേണിറ്റി ടു മെയിൻറ്റെയിൻ. അപ്പോൾ ഫ്രറ്റേണൽ ആയിട്ട് നമ്മൾ എന്തൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം? യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ദി നേഷൻ. അപ്പോൾ ഓരോ സിറ്റിസൻസിനും എന്തൊക്കെ സെക്യൂർ ചെയ്യുന്നുണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ? ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി. അത് ഏതിലൂടെ? ഫ്രറ്റേണിറ്റിയുടെ എന്തൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം നമ്മുടെ രാജ്യത്ത്? യൂണിറ്റിയും ഇന്റഗ്രിറ്റിയും രാജ്യത്തിന്റെ മെയിൻറ്റെയിൻ ചെയ്യണം ഓരോ സിറ്റിസൻസും. അതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ മെയിൻ ഒബ്ജക്റ്റീവ്. The date is mentioned in the preamble when it was adopted, that is November 26, 1949. അപ്പോൾ നമ്മൾ പ്രിയാമ്പിളിന്റെ ഫോട്ടോ നമ്മൾ കാണിച്ചില്ലേ, അതേ പ്രിയാമ്പിൾ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? പ്രിയാമ്പിളിന്റെ ഏറ്റവും താഴെ ഒരു ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് ഏത് ഡേറ്റ് ആണ്? പ്രിയാമ്പിൾ അഡോപ്റ്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ അഡോപ്റ്റ് ചെയ്യപ്പെട്ട ഡേറ്റ് ആണ്, അതായത് November 26, 1949. അപ്പോൾ അതാണ് നമ്മുടെ പ്രിയാമ്പിളിനെ കുറിച്ചുള്ള ഒരു ബ്രീഫ് ഡീറ്റെയിൽസ്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം പ്രിയാമ്പിൾ റിലേറ്റഡ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ് ഹാസ് നോട്ട് ബീൻ റിട്ടൺ ഇൻ ദ പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇതിൽ പറയുന്ന ഏത് വേർഡാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിൽ എഴുതി ചേർക്കാത്തത്? സോവറിൻ, സോഷ്യലിസ്റ്റ്, ഡെമോക്രാറ്റിക്, ഇന്ത്യൻസ്. അപ്പൊ ഏതായിരിക്കും ആൻസർ? ഇന്ത്യൻ ആണ് ഉത്തരം. കാരണം നമുക്കറിയാം സോവറിൻ, സോഷ്യലിസ്റ്റ്, റിപ്പബ്ലിക്, ഡെമോക്രാറ്റിക് ഈ വേർഡ്സ് ഒക്കെ നമ്മുടെ പ്രിയാമ്പിളിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലില്ലാത്ത വേർഡ് ഏതാണ്? ഇന്ത്യൻസ് എന്ന് പറഞ്ഞ വേർഡാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് നോട്ട് ട്രൂ? ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഏതാണ് ശരിയല്ലാത്തത്? വിച്ച് ഇസ് നോട്ട് ട്രൂ? First option: the date of implementation of the Indian Constitution is November 26, 1949. Second one: the secular word was added by the 42nd Constitution Amendment. Third one: the 42nd Constitutional Amendment was done in 1976. Social, economic and political justice has been taken from the Russian Revolution in the Indian Constitution. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏതാണ് ശരിയല്ലാത്തത്? ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് എന്നാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇംപ്ലിമെന്റ് ചെയ്തു എന്ന് പറയുന്നത്? അത് 26/1949 ആണോ? അല്ല, November 26, 1949 അത് അഡോപ്റ്റ് ആണ് ചെയ്തത്. എന്നാണ് അത് എൻഫോഴ്സ് ചെയ്തത്? എൻഫോഴ്സ് ചെയ്തത് നമുക്കറിയാം January 26, 1950 അതുകൊണ്ട് തന്നെ ഇതിലെ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായിട്ടുള്ളത്? എ ആണ് തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് സ്റ്റേറ്റ്മെന്റ് ഇസ് നോട്ട് കറക്റ്റ് ഇൻ ദ കേസ് ഓഫ് സോവറിൻ ഇന്ത്യ? സോവറിൻ ഇന്ത്യ നമുക്കറിയാം, സോവറിൻ ഇന്ത്യ അത് കംപ്ലീറ്റ് ആയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഫോഴ്സും നമ്മുടേതായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗും ഉണ്ട്. അപ്പൊ സോവറിൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ടെർമോളജി അല്ലെങ്കിൽ സോവറിൻ ഇന്ത്യ എന്ന് പറഞ്ഞ ടെർമോളജീനെ തെറ്റായ രീതിയിൽ കൺവേ ചെയ്യുന്ന ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ്? അല്ലെങ്കിൽ സോവറിൻ ഇന്ത്യ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിനെ റിലേറ്റ് ചെയ്തിട്ട് ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ അല്ലാത്തത്, ശരിയല്ലാത്തത്? Option A: India is not dependent on any country. India is not a colony of any other country. India can give any part of its country to any other country. India is obliged to obey the UN in its internal affair. നമുക്കറിയാം ഈ മൂന്ന് ഓപ്ഷൻസ് എന്ന് പറയുന്നതും സോവറിൻ ഇന്ത്യയുടെ ഒരു സിനോണിമസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ഇന്ത്യ ഒരു രാജ്യത്തിലും ഇൻഡിപെൻഡന്റ് അല്ല. കറക്റ്റ് അല്ലേ അത്? സോവറിൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ ശരിയാണ്, നമ്മുടെ രാജ്യം ഒരു രാജ്യമായിട്ടും ഒരു രീതിയിലും നമ്മൾ ഡിപെൻഡന്റ് അല്ല. രണ്ടാമത്തത്, ഇന്ത്യ ഇസ് നോട്ട് എ കോളനി ഓഫ് എനി അതർ കൺട്രി. അറിയാം നമുക്ക് ഇന്ത്യ ഒരു രാജ്യത്തിനും കോളനി അല്ല, ആയിരുന്നു പ്രീ ഇൻഡിപെൻഡൻസ് ബ്രിട്ടീഷിന്റെ. പക്ഷെ ഇപ്പോ ആണോ? അല്ല. അപ്പൊ അതുകൊണ്ട് അതും കറക്റ്റ് ആണ്. തേർഡ് വൺ: ഇന്ത്യ ക്യാൻ ഗിവ് എനി പാർട്ട് ഓഫ് ഇറ്റ്സ് കൺട്രി ടു എനി അതർ കൺട്രി. തീർച്ചയായിട്ടും, കാരണം ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള ഡെസിഷൻസ് എടുക്കാം. അപ്പൊ ഇന്ത്യക്ക് ഇന്ത്യയുടെ ഏതെങ്കിലും പാർട്ട് ഒരു രാജ്യത്തിന് കൊടുക്കണമെങ്കിൽ പോലും അതിന് നമുക്ക് ഒരു രാജ്യത്തിനും പെർമിഷൻ ആവശ്യമില്ല. ലാസ്റ്റ് വൺ: ഇന്ത്യ ഇസ് ഒബ്ലൈജ്ഡ് ടു ഒബേ ദ UN ഇൻ ഇറ്റ്സ് ഇന്റേണൽ അഫെയർ. അതല്ല, കാരണം നമ്മൾക്ക് UNന്റെ അതായത് നമ്മുടെ ഇന്റേണൽ അഫെയർസിന് വേണ്ടിയിട്ട് നമുക്ക് ഒരിക്കലും UNന്റെ അടുത്തുനിന്ന് ഒരു കൺസെന്റോ അല്ലെങ്കിൽ ഒരു രീതിയിലും നമ്മൾ UNന്റെ സജഷൻസ് ഒബേ ചെയ്യേണ്ട ഒബ്ലിഗേഷൻ നമുക്കില്ല. നമുക്ക് മിയ സജഷൻസ് എടുക്കാം, പക്ഷെ നമ്മളത് ഒബേ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ UN റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രിയാമ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഫോർത്ത് വൺ: വാട്ട് ഈസ് ദ ട്രൂ മീനിങ് ഓഫ് സെക്യുലർ? സെക്യുലർ എന്ന് പറഞ്ഞ വാക്കിന്റെ റിയൽ അല്ലെങ്കിൽ ട്രൂ മീനിങ് എന്താണ്? അതിന്റെ കറക്റ്റ് മീനിങ് എന്ന് പറയുന്നത്? ഓപ്ഷൻ എ:
All religion are equal in the eye of the government. Option B, special importance to a religion related to minorities. Option C, one religion is promoted by the government. Option D, none of the following. അപ്പോൾ ഇതിൽ ഏതാണ് സെക്യുലർ എന്ന് പറഞ്ഞ വാക്കിന്റെ ട്രൂ എക്സാക്ട് മീനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്? അത് ഓപ്ഷൻ എ ആണ്. അതായത് all religions are equal in the eye of the government. നമ്മുടെ ഗവൺമെന്റിന്റെ മുന്നിൽ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ മുന്നിൽ ഒരു രാജ്യത്തിനും ഒരു രീതിയിലുള്ള ഒരു ലാംഗ്വേജിനും അല്ലെങ്കിൽ ഒരു റിലീജിയനും നമുക്ക് വേർതിരിവില്ല. എല്ലാ റിലീജിയനും ഈക്വൽ ആയിട്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റും കാണുന്നത്. അതുകൊണ്ട് തന്നെ സെക്യുലർ എന്ന് പറഞ്ഞ വാക്ക് വരുമ്പോൾ എല്ലാ റിലീജിയനും സെക്യുലാരിറ്റി നമ്മുടെ രാജ്യത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ സെക്യുലറിന്റെ കറക്റ്റ് മീനിങ് അല്ലെങ്കിൽ എക്സാക്ട് മീനിങ് എന്ന് പറയുന്നത് ഓൾ റിലീജിയൻ ആർ ഈക്വൽ ഇൻ ദ ഐ ഓഫ് ദി ഗവൺമെന്റ്. ഈ ഓപ്ഷനാണ് ക്വസ്റ്റ്യൻ നമ്പർ 4ന്റെ ഉത്തരം. അപ്പോൾ ഈ കേട്ടതിന്റെ കോൺസെപ്റ്റിൽ സോഷ്യൽ സ്റ്റഡീസിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് തോന്നുന്നു. ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഇതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ അതിന്റെ കണ്ടന്റ്സും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പ്രിപ്പയർ വെൽ. ഓൾ ദി ബെസ്റ്റ്.